ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ച് എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അവരോടാണ് പറയാനുള്ളത്. അതായത് നമ്മൾ ഈ ബിസിനസ് മോട്ടിവേഷൻ ക്ലാസ്സിലൊക്കെ കേൾക്കും, പുതിയ ഐഡിയാസ് കൊണ്ടുവരിക, പുതിയ ബിസിനസ് സൊസൈറ്റിയിൽ മിസ്സിങ് ആയിട്ടുള്ള, സൊസൈറ്റിക്ക് ആവശ്യമുള്ള, നിലവിലില്ലാത്ത പുതിയ ബിസിനസ് ഐഡിയാസ് കൊണ്ടുവരിക, അത് സ്റ്റാർട്ട് ചെയ്യുക, അത് പെട്ടെന്ന് സക്സസ് ആവുമെന്ന് പറഞ്ഞ് നമ്മൾ ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ്സിലൊക്കെ കേൾക്കും. പക്ഷെ അതിൻ്റെ പിന്നിലെ റിസ്കിനെ കുറിച്ച് അവർ പറയുള്ളൂ. മെയിൻ റിസ്ക് എന്ന് പറയുന്നത് സക്സസ് റേറ്റ് ആണ്. ഇത് സക്സസ് ആവുമോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാവില്ല. കാരണം നമ്മുടെ മുന്നിൽ ഒരു ബിസിനസ് മോഡലില്ല. കാരണം നമ്മൾ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്, പുതിയ ഐഡിയ ആണ്. പിന്നെ എത്ര ക്യാപിറ്റൽ വേണം, വർക്കിംഗ് ക്യാപിറ്റൽ എത്ര വേണം, എത്രത്തോളം ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, ഒരു കാര്യം നമുക്കറിയില്ല. അതുമാത്രമല്ല, ഇത് മാർക്കറ്റ് ചെയ്ത് ആൾക്കാരിലേക്ക് എത്തിക്കാനുള്ള ഒരു മാർക്കറ്റിംഗ് കോസ്റ്റ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു മോഡൽ, ഈ ഒരു ആൾക്കാർ അഡോപ്റ്റ് ചെയ്യണം, ആൾക്കാരിലേക്ക് ഈ ഒരു ബിസിനസ് ഐഡിയ, ഇങ്ങനൊരു ബിസിനസ് ഉണ്ട് എന്നുള്ള, ഇങ്ങനൊരു സർവീസ് ഉണ്ട്, ആ കാര്യം ആൾക്കാരിലേക്ക് എത്തിക്കണം. അതിനുണ്ടാകുന്ന കോസ്റ്റ് ഒന്നിനെക്കുറിച്ച് നമുക്ക് ഐഡിയ ഇല്ല. അപ്പോൾ റിസ്ക് ഭയങ്കര കൂടുതലാണ്. ആ റിസ്ക് എടുക്കാനുള്ള എമൗണ്ടും കാര്യങ്ങളും ഒരു മിഡിൽ ക്ലാസ് ഫാമിലിൻ്റെ കയ്യിലുണ്ടാവില്ല. അപ്പോൾ നമ്മൾ പുതിയ ഐഡിയ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണെങ്കിൽ നമ്മൾ നോക്കിയിരിക്കത്തേ ഉണ്ടാവും. ഒരിക്കലും ഈ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ആൾക്കാർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് താല്പര്യമുള്ള ആൾക്കാർ പുതിയ ഐഡിയ തുടങ്ങണമെന്ന് കരുതിയിരിക്കുന്നത് ഒരു മണ്ടത്തരാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളെപ്പോലത്തെ മിഡിൽ ക്ലാസ് ടീംസ് പുതിയ ഐഡിയ നോക്കിയിരിക്കാതെ നിലവിൽ സക്സസ്ഫുള്ളി റണ്ണായിക്കൊണ്ടിരിക്കുന്ന ബിസിനസ് ഐഡിയ ഏതെങ്കിലും ചൂസ് ചെയ്ത് അത് മിസ്സായിട്ടുള്ള പുതിയൊരു പ്ലേസിൽ, അത് ആവശ്യമുള്ളൊരു പ്ലേസ് കണ്ടെത്തി അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് അത് സക്സസ് ആക്കാൻ ശ്രമിക്കുക. എന്നിട്ടും അത് ഈ പുതിയ ഐഡിയാസും പുതിയ ബിസിനസ് ഐഡിയാസും കണ്ടെത്തലും സ്റ്റാർട്ട് ചെയ്യലൊക്കെ. അതായത് നമ്മൾ ചാക്കോ മാഷ് പറഞ്ഞ പോലെ ആദ്യം പഠിത്തം പിന്നെ മതി കണ്ടുപിടുത്തം. അതാണ്